ദിലീപിൻ്റെ ഒരു സിനിമ പോലും വിജയിക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല ഭാഗ്യലക്ഷ്മി. അപ്പോൾ എനിക്ക് ആ മറ്റേ സിനിമ പറഞ്ഞു, നിങ്ങളാണല്ലോ കോടതി, അത് പ്രേക്ഷകർ തീരുമാനിക്കും സിനിമ വിജയിപ്പിക്കണോ വിജയിക്കണോ, ആര് തന്നെയായിരുന്നാൽ പോലും. സാധാരണക്കാരനായാലും വലിയ നടനായാലും ആരും പ്രേക്ഷകരാണ് തീരുമാനിക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞു ഇന്ന ആളുടെ ഒരു സിനിമ, അപ്പോൾ ആയിരുന്നു മോഹൻലാലിൻ്റെ സിനിമ ഞാൻ വിജയിപ്പിക്കില്ല എന്ന് പറയുന്നു. ഞാൻ വിജയിക്കാൻ ഞാൻ സമ്മതിക്കില്ല എന്ന് ചോദിച്ച് നോക്കുമ്പോൾ എന്നായിരിക്കും സംഭവിക്കുക? എൻ്റെ വാക്കുകൾ വെറുതെറ്റാണോ പ്രേക്ഷകർ കാണാൻ പോണത്? അല്ല. ദിലീപേട്ടനെ എതിർക്കുന്നവരുണ്ടാവും, ഇഷ്ടപ്പെടുന്നവരുണ്ടാവും. ഒരു കേസിൽ വന്ന അയാൾ വെറുക്കപ്പെട്ടു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ദിലീപേട്ടനെതിരെ വന്നിരുന്ന പ്രധാന ആരോപണങ്ങളിൽ ഈ കേസ് വന്നതിന് ശേഷം വന്നതാണ്. ഇദ്ദേഹം മമ്മൂട്ടി മോഹൻലാലും ഒന്നുമല്ല, മലയാള സിനിമയെ നിയന്ത്രിക്കുന്ന ഇതാണ്. പല പൃഥ്വിരാജിൻ്റെ സിനിമകൾ പിടിച്ച് കൂവിക്കുക, അതുപോലെ ജോലിസ് നോക്കുക, സിനിമ താരങ്ങൾ ഭീതിയോടെയൊക്കെയാണ് നിന്നുകൊണ്ടിരുന്നതെന്ന്. പക്ഷെ അതിനൊക്കെ എല്ലാം അതൊക്കെ വെറും തെറ്റിദ്ധാരണകൾ മാത്രമാണെന്ന് പല നടന്മാരും വന്ന് മുന്നേ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇദ്ദേഹത്തിനോട് ഭയങ്കര വിരോധമുണ്ട്. കാരണം അയാൾക്ക് സിനിമയിൽ മാത്രമല്ല അയാൾ ശോഭിച്ചുകൊണ്ടിരുന്നത്, അത് മമ്മൂട്ടിയും മോഹൻലാലിനേക്കാളും ഒരു വർഷം തുടരെ ഹിറ്റടിച്ച, അവരുടെ സിനിമേനേക്കാളും മേളിൽ ഹിറ്റടിച്ചാണ് ദിലീപേട്ടൻ. അതുപോലെ തന്നെയാണ് ദിലീപേട്ടൻ ഒരു സാധാരണ ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ട്. ഇപ്പോൾ സിനിമക്കുള്ളിൽ തന്നെ നമ്മുടെ ഈ ചുറ്റുപാടുകൾ, നമ്മുടെ നാട്ടിൻപുറത്താണെങ്കിലും ഒരാൾ നമ്മളെക്കാളും താഴ്ന്ന രീതിയിൽ ഒരാളിങ്ങനെ നടന്നു കഴിയുമ്പോൾ അയാൾ പെട്ടെന്ന് കുറിച്ചുണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും കുശുമ്പ് കാണും, അസൂയം കാണും. അതുപോലെ തന്നെയാണ് ദിലീപേട്ടനെ സംഭവിച്ചത്. അതുപോലെ തന്നെ ഇദ്ദേഹം നല്ലൊരു ബിസിനസ്മാനാണ്. ഹൗസ് ബോട്ട്, റിയൽ എസ്റ്റേറ്റ് ബിസിനസ്, അങ്ങനെ പല ബിസിനസ്സിലും നല്ല ഐഡിയ ഉള്ളൊരു വ്യക്തിയാണ്. സിനിമയെ കഥാപാത്രങ്ങൾ തിരഞ്ഞെടുക്കുന്നതിലും ബിസിനസ്സിൽ നല്ല ഐഡിയ ഉള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ട് ശത്രുക്കളുണ്ടാവും. പിന്നെ അങ്ങനെയാണ് ഇപ്പോൾ ദിലീപ് മലയാള സിനിമ അധികാരപ്പെടുത്തുന്ന ഒരു വ്യക്തി, അങ്ങനെ ഇവരാരോപിച്ച അങ്ങനെ അധികാരമുള്ള ഒരു വ്യക്തി ആണെങ്കിൽ ഇങ്ങനെയുള്ള അതിജീവിതയോട് ഇങ്ങനെ ക്രൂരത കാണിക്കുന്നു തോന്നുന്നുണ്ടോ? ഒരിക്കലുമില്ല. അങ്ങനെയാണെങ്കിൽ അതിജീവിതയുടെ സിനിമയെ ചാൻസ് ഒഴിവാക്കും, അല്ലെങ്കിൽ വേറൊരു പ്രോഗ്രാമുകളൊക്കെ ഒഴിവാക്കി മാക്സിമം ഒക്കെ ചെയ്യുള്ളൂ. ഇതിനപ്പുറം ഒരു ബലാത്സംഗം ചെയ്യാൻ കൊട്ടേഷൻ കൊടുക്കുമെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. ദിലീപേട്ടൻ നിരപരാധി തന്നെയാണ്. പക്ഷെ അങ്ങനെ ഒരു ചാൻസ് കളയുന്ന വ്യക്തിയാണിട്ടും എനിക്ക് തോന്നിയിട്ടില്ല. ഇപ്പോൾ ധർമ്മജൻ അങ്ങനെ ഒരുപാട് പേരെ കൈ പിടിച്ച് ഉയർത്തിയിട്ടുണ്ട്. എല്ലാവരോടും സാധാരണ നിലയിലൊക്കെയാണ് പുള്ളി ഇടപഴകുന്നത്. വന്ന വഴി മറക്കാത്ത കലാകാരന്മാരിൽ ഒരാൾ തന്നെയാണ് ദിലീപേട്ടൻ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ വായും തുമ്പിലല്ല ദിലീപേട്ടൻ്റെ ഭാവിയും സിനിമകളൊക്കെ. അദ്ദേഹത്തിൻ്റെ സിനിമ നല്ലതാണെങ്കിൽ നല്ലതെന്ന് പറയും. സിനിമ മോശമാണെങ്കിൽ അത് മോശമാണെങ്കിൽ തന്നെ മോശമായിട്ട് റിസൾട്ട് കാണും. അത് സിനിമ ഇറങ്ങുന്നതിനെ അനുസരിച്ചിരിക്കും. ഇപ്പോൾ രാമലീല ഇറങ്ങിയിരുന്നല്ലോ ഈ കേസൊക്കെ വന്നപ്പോൾ, അന്നേരം വൻ ഹിറ്റായിരുന്നു. ഇപ്പോൾ ഞാനൊരു കാര്യം പറയാം, എന്തായിരുന്നാലും ദിലീപേട്ടൻ ഈ ഒരു നിരപരാധി തെളിഞ്ഞതിന് ശേഷം ഒരു 100 കോടി ക്ലബ്ബ് അടിക്കാൻ ഈ ബബുവ എന്ന് പറഞ്ഞ സിനിമ അടിച്ചിരിക്കും. ഒരു പ്രവചനമാണ്.